ഒരിക്കൽ ലക്ഷ്മി ദേവി നാരായണനോട് ചോദിക്കുകയാണ്, കർമ്മമാണോ വലുത് അതോ ഭാഗ്യമാണോ വലുത് എന്ന്. അപ്പോൾ നാരായണൻ അത് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കൽ ഒരു പശു ചെളിയിലകപ്പെട്ട് പുറത്ത് കിടക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുവഴി ഒരു കള്ളൻ വന്നു. ഈ ചെളിയിൽ ചവിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ കള്ളൻ പശുവിൻ്റെ പുറത്തുകൂടെ ചവിട്ടിയിട്ട് അപ്പുറത്തേക്ക് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കള്ളന് ഒരു 3-4 സ്വർണ്ണ നാണയം കിട്ടി. അങ്ങനെ ആ സ്വർണവും കൊണ്ട് അവൻ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു സന്യാസി വന്നു. അദ്ദേഹത്തിന് ഈ പശുവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ അദ്ദേഹം എവിടെ നിന്നും ഒരു കയറൊക്കെ കൊണ്ടുവന്നിട്ട് പശുവിനെ വലിച്ച് കരയ്ക്ക് കയറ്റി. പക്ഷെ കയറ്റുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാലെവിടെയോ തട്ടി മുറിഞ്ഞു. അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുകയാണ്, ചെളിയിലകപ്പെട്ട പശുവിനെ ചവിട്ടിപ്പോയ കള്ളന് 4 സ്വർണ്ണ നാണയം കിട്ടി, പക്ഷെ പശുവിനെ രക്ഷിച്ച സന്യാസിക്ക് അപകടം പറ്റിയിട്ട് കാല് മുറിഞ്ഞു. എന്താണ് ഭഗവാൻ ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അപ്പം നാരായണൻ പറയുകയാണ്, കള്ളൻ്റെ ഭാഗ്യം കൊണ്ട് അന്ന് അനേകം സ്വർണ്ണ നാണയം കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ആ പശുവിനെ രക്ഷിക്കാണ്ട് അതിൻ്റെ പുറത്ത് ചവിട്ടി പോയതുകൊണ്ട് 3-4 സ്വർണ്ണ നാണയം മാത്രമാണ് കിട്ടിയത്. പക്ഷെ ആ സന്യാസിയുടെ ജീവിതത്തിൽ അന്ന് മരണമായിരുന്നു വിധി. എന്നാൽ പശുവിനെ രക്ഷിച്ച പുണ്യത്താൽ അദ്ദേഹത്തിന് ഒരു മുറിവ് മാത്രമേ പറ്റിയുള്ളൂ. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ് ആ ദുരിതങ്ങളെല്ലാം മാറ്റപ്പെട്ടിട്ടുണ്ടാവുക. സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ കഷ്ടകാലത്തെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. കർമ്മമാണ് ശ്രേഷ്ഠത നിറഞ്ഞത്.